കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞ പ്രിയപ്പെട്ട പ്രവാസി സഹോദരന്മാരോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 19-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ മച്ചി ടൗണിൽ മൗനയാത്രയും അനുശോചന യോഗവും നടന്നു. അകാലത്തിൽ മരണമടഞ്ഞ സഹോദരങ്ങളോടുള്ള ആദരസൂചകമായി മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. വാർഡ് പ്രസിഡന്റ് ശ്രീ ലിജി കൊച്ചാങ്കൽ അധ്യക്ഷത വഹിച്ചു. യോഗം കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിനെ നടുക്കിയ സംഭവം എന്ന് തന്നെ പറയാം. പ്രവാസികൾ 24ഓളം പേർ, മലയാളികൾ തന്നെ 50-നടുത്ത് ഇന്ത്യക്കാർ കുവൈത്തിൽ അതിദാരുണമായി മരണപ്പെടുകയുണ്ടായി. കേരളത്തെ സംബന്ധിച്ച് പ്രവാസികൾ എത്രമാത്രം വിലപ്പെട്ടവരാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇന്ന് കേരളം അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ ഒക്കെ പ്രവാസ ജീവിതം ഇവിടുത്തെ പൗരന്മാർ ആരംഭിച്ചതിന് ശേഷമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഈ ദുരന്തം ഉണ്ടായപ്പോൾ ഓരോ മലയാളിയും ആ ദുരന്തം എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചതാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് പെരുമാറിയത്. എല്ലാ വീടുകളിലും 2 ദിവസം ശരിക്ക് ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ മരണപ്പെട്ട ആളുകളുടെ വിവരവും അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖവും കണ്ട് സ്വന്തം കണ്ണുനീര് പൊഴിക്കുന്ന നിരവധി സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ച് ദൗർഭാഗ്യകരമായ കാര്യം, നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തിലും വയക്കരയിലും ഈ ദുരന്തത്തിൽ ഒരാൾ പെട്ടുപോയി. അവിടെയൊക്കെ ഉണ്ടായത് ഒരുപക്ഷെ ആരും പറഞ്ഞതുകൊണ്ടല്ല, എത്രമാത്രം ജനങ്ങൾ പങ്കെടുത്തു എന്ന് പറയാൻ സാധിക്കില്ല. അത്രമാത്രം ജനങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും കുടുംബത്തെ ആശ്വസിപ്പിക്കാനും ഒക്കെ അവിടെ എത്തിച്ചേർന്നു. നമ്മുടെ നാടിനുണ്ടായ ഈ വലിയ ദുരന്തത്തിൽ അനുശോചിക്കുവാൻ 19-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മുൻകൈ എടുത്ത ഈ പരിപാടി നാടിന് സമർപ്പിക്കുന്ന സ്നേഹമായി കരുതുന്നു. അകാലത്തിൽ പൊലിഞ്ഞുപോയ കുടുംബം സംരക്ഷിക്കുവാൻ മരണപ്പെട്ടുപോയ പ്രവാസികളുടെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ ഒരു പ്രതിസന്ധിയിലും ആ കുടുംബത്തിന് കരകയറാൻ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം എൻ്റെ ഒരു കാര്യമുള്ള വിഷയമല്ല എങ്കിലും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. വാർഡ് മെമ്പർ ശ്രീമതി രേഷ്മ രാജു, അഡ്വക്കേറ്റ് ജിജി കൊച്ചുപറമ്പിൽ, സതീശൻ കാർത്തികപ്പള്ളി, തോമസ് കൈപ്പനാനിക്കൽ, സിസിലി ആശാരിപ്പറമ്പിൽ, വിനോദ് നിരവത്ത്, അലക്സ് KC തുടങ്ങിയവർ പ്രസംഗിച്ചു. കൂടിയിരിക്കുന്നത് അതിന് ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് വാർഡ് പ്രസിഡന്റ് ലിജിയേട്ടനാണ്. ലിജിയേട്ടനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടകൻ മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രേട്ടനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന ബാക്കി എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ലിജിയേട്ടനെ ക്ഷണിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദാരുണമായ ദിവസങ്ങളാണ് കടന്നുപോയത്. ജീവിക്കാൻ വേണ്ടി പ്രവാസത്തിലേക്ക് പോവുകയും മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയും അവിടെ അതിദാരുണമായി അപകടത്തിൽപ്പെടുകയും ചെയ്ത ഒരവസ്ഥയാണ് ഇന്ന് നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ആ കുടുംബങ്ങൾ, അവരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ കുടുംബങ്ങൾ ഇന്ന് നിത്യ ദുഃഖത്തിലാണ്. ആ ദുഃഖത്തിലാണ് നമ്മുടെ പാർട്ടിയും നമ്മുടെ നാടും നമ്മൾ ഓരോരുത്തരും പങ്കുചേരുന്നത്. നമ്മുടെ നാട് കടന്ന് പ്രവാസ ലോകത്തോട്ട് എത്തപ്പെടുകയും അവരും അവരുടെ കുടുംബവും വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്ന ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി രാപ്പകലില്ലാതെ ഒരു കൂട്ടം ചെറുപ്പക്കാർ കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ ശ്വാസം മുട്ടി മരിച്ചുവെന്ന് വാർത്ത
നമ്മുടെ രാജ്യത്തിനും പ്രത്യേകിച്ച് മലയാളക്കാർക്കും ഭയങ്കര ദുഃഖമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള വൈക്കരയിൽ ശ്രീ നിതിൻ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ അന്ത്യസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിയാം. അദ്ദേഹം സ്വപ്നം കണ്ടിരുന്ന ആ കുടുംബത്തെ എല്ലാം കൂടെ ഉൾക്കൊണ്ടുകൊണ്ടൊരു കൊച്ചു വീട് എന്ന സ്വപ്നം അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിയാതെ വരികയും അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകളിൽ അവസാന നിമിഷം അദ്ദേഹം സ്വപ്നം കണ്ടിരുന്ന ആ തറയിൽ അദ്ദേഹത്തിൻ്റെ ബോഡി കിടത്തി ആ വൈകാരികമായ നിമിഷം നമ്മളെല്ലാം ഉൾപ്പെടലായിരുന്നു അവസാനിച്ച് നമുക്കറിയാം. ബ്ലോക്ക് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട സതീശൻ കാർത്തികപ്പള്ളി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട തോമസ് മാഷ്, പ്രിയങ്കരായിട്ടുള്ള കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, നാം എല്ലാവരും ഏറെ സങ്കടത്തോടും അതിലേറെ ദുഃഖത്തോടും കൂടിയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗൾഫ് രാജ്യമായ കുവൈറ്റിലെ മംഗഫ് എന്നറിയപ്പെടുന്ന സിറ്റിയിൽ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിന് തീപിടിക്കുകയും ഏതാണ്ട് 49-ലേറെ യുവാക്കളെന്ന് തന്നെ പറയാം, യുവാക്കൾ മരണത്തിന് കീഴ്പ്പെടുകയുമുണ്ട്. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ 45 പേരോളം ഇന്ത്യക്കാരായിരുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമായൊരു കാര്യമാണ്. എന്നാൽ നമ്മുടെ ദുഃഖം ഇരട്ടിയാക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പൊന്നോമനകളായ 24ഓളം യുവാക്കൾ, ആ യുവാക്കളെല്ലാവരും തന്നെ 40 വയസ്സിൽ താഴെയുള്ളവരാണ്. അവർ മരണത്തിന് കീഴടങ്ങുകയും നമ്മുടെ 19-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ മരണപ്പെട്ട പ്രിയ നമ്മുടെ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനും ആ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനും ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത്. നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ മുഴുവൻ ആൾക്കാർ പത്രമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കേരളീയരുടെ മനസ്സ് തേങ്ങുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം നമുക്കറിയാം, രാത്രിയിൽ ഉറക്കത്തിൻ്റെ സമയത്ത് അദൃശ്യമായിട്ട് ഒരപകടം സംഭവിക്കുന്നു. അതും ഒരു അഗ്നി ആളി പടർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആ പൊള്ളലൊക്കെ സഹിച്ച് വളരെ വേദന അനുഭവിച്ച് ദാരുണമായ രീതിയിലാണ് ആ സഹോദരങ്ങൾ മരണപ്പെട്ടത്. അതുപോലെ തന്നെ പുക ശ്വസിച്ചൊക്കെ അത്രത്തോളം മരണത്തോടും മല്ലടിച്ച് രക്ഷപ്പെടാനൊരു വഴിയും കാണാൻ ദാരുണമായിട്ട് അവരുടെ ആ മരണത്തെ രംഗങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ നമ്മുടെ ഹൃദയം അറിയാതെ തേങ്ങുകയാണ്. നമ്മുടെ പലരുടെയും ചരിത്രം പറഞ്ഞു. ഗൾഫിൽ പോയിട്ട് വെറും 5 ദിവസം മാത്രമായ സഹോദരങ്ങളുണ്ട്, വീട് പണി പൂർത്തിയാക്കാത്തവരുണ്ട്. ഓരോരോ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ മറ്റും മാർഗമില്ലാതെ ഓരോരോ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലേക്ക് മക്കൾ പോകുന്നത്. ആ ഒരാളുടെ സ്വപ്നം മാത്രം, ഒരാൾ പോയി കഴിഞ്ഞാൽ ആ കുടുംബം മൊത്തം സ്വപ്നം കാണുകയാണ്. എല്ലാം തല്ലിക്കെടുത്തുകൊണ്ടാണ് അഗ്നിയുടെ രൂപത്തിൽ മരണം വരുന്നത്. ആത്മാവിന് വേണ്ടി നമുക്ക് നിത്യശാന്തിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും, ഏതെല്ലാം തരത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യവും നമുക്ക് ചിന്തിക്കണം. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടും കുടുംബ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. 19-ാം വാർഡ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് ഭാരവാഹികളെ, മറ്റ് മെമ്പർമാരെ, എല്ലാവരും സൂചിപ്പിച്ചതുപോലെ സ്വപ്ന ചിറകുകളേറി ആണ് നമ്മുടെ സഹോദരന്മാരെല്ലാവരും തന്നെ വിദേശങ്ങളിലേക്ക് പറക്കുന്നത്. ഇപ്പം നമ്മൾ മാധ്യമങ്ങളിൽ അറിഞ്ഞതുപോലെ ഈ വലിയൊരു ദുരന്തം നമ്മുടെ നാട്ടിലുണ്ടായി. നമ്മുടെ ഇന്ത്യക്കാർ 50 പേരും നമ്മുടെ പ്രത്യേകിച്ച് മലയാളി 24 പേരും. അതിൽ എനിക്ക് ഏറെ ദുഃഖം തോന്നുന്നത്, എല്ലാവരുടെ വിയോഗത്തിലും ദുഃഖമുണ്ട്. പക്ഷേ എൻ്റെ ഒരു വിദ്യാർത്ഥിയാണ് നിതിൻ എന്നതുകൊണ്ട് ഏറെ ദുഃഖിതയാണ് ഞാൻ. നിതിൻ്റെ വേർപാടിൽ അഗാധമായ ദുഃഖം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ദാരുണ സംഭവത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഈ 19-ാം വാർഡിന് വേണ്ടിയും എൻ്റെ സ്വന്തം പേരിലും ഞാൻ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ
ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന Z മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന Z മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9207775577.